ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. സബ് സ്കൂൾ ലെസൺ പഠിക്കുവാനായിട്ട് കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ ഈ ക്വാർട്ടറിൽ സങ്കീർത്തനങ്ങളെ അധികരിച്ചാണ് പഠിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 7-ാമത്തെ പാഠം. അതിൻ്റെ തലവാചകം, അങ്ങയുടെ ദയ ആകാശത്തോളവും എത്തുന്നു. മനപ്പാഠവാക്യം, കർത്താവെ, വംശങ്ങളുടെ ഇടയിൽ ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യും, ജാതികളുടെ മധ്യേ ഞാൻ അങ്ങേക്ക് കീർത്തനം ചെയ്യും. അങ്ങയുടെ ദയ ആകാശത്തോളവും അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളവും വലിയതല്ലോ. സങ്കീർത്തനം 57:9-10. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ അടിയങ്ങളുടെ സുഖ്യ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, വീണ്ടും കർത്താവെ, അങ്ങേ സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നല്ല അവസരത്തിനായി അടിയങ്ങൾ നന്ദിയോടെ സ്തോത്രം. തിരുവചനം പഠിക്കുവാൻ ഞങ്ങൾ ആരംഭിക്കുമ്പോൾ തിരുമേനിയുടെ തിരുകൃപ ഞങ്ങളുടെ മധ്യത്തിലുണ്ടാവണം. പരിശുദ്ധാത്മ നിറവ് ഞങ്ങളിൽ ഉണ്ടാവണം. വചനം നന്നായി പഠിച്ച് അതിനനുസരണമായി ജീവിക്കുവാനുള്ള എല്ലാ കൃപയും ഞങ്ങൾക്ക് നൽകി തരണം. മാനവും മഹത്വവും അങ്ങ് എടുക്കണം. എല്ലാം യേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ, ആമേൻ. കർത്താവെ, വംശങ്ങളുടെ ഇടയിൽ ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യും, ജാതികളുടെ മധ്യേ ഞാൻ അങ്ങേക്ക് കീർത്തനം ചെയ്യും. അങ്ങയുടെ ദയ ആകാശത്തോളവും അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളവും വലിയതല്ലോ. സങ്കീർത്തനം 57:9-10. മതഭക്തിയുടെ അതിരുകളെ ഭേദിച്ച് സുവിശേഷം പ്രവർത്തിക്കുന്നു. യഹോവയുടെ നാമം ജാതികൾ കേൾക്കുന്നത് യഹൂദന്മാർക്ക് ഇഷ്ടമായിരുന്നില്ല. എന്നാൽ ദാവീദ് അവരെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ദയയുടെ അത്ഭുതകരമായ വലിപ്പം അത് ആകാശത്തോളം വലുതാണ് എന്ന് ഇവിടെ പറയുന്നു. ശാസ്ത്രീയ വീക്ഷണത്തിൽ ആകാശത്തിൻ്റെ വലിപ്പം അനന്തമാണ്. അതുപോലെ ദൈവത്തിൻ്റെ ദയയും നമ്മുടെ ഭാവനയ്ക്ക് അതീതമാണ്. ദൈവകൃപ എല്ലാവർക്കും ആവശ്യമാണ്. നാം എല്ലാവരും ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയം കണ്ടെത്തണം. അപ്പം ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത് അത് നിത്യമാണ്. ദൈവത്തിൽ മനുഷ്യർക്ക് നിത്യതയുടെ വാഗ്ദാനമുണ്ട്. സങ്കീർത്തനം 103:3 നാം വായിക്കുന്നു, അവൻ നിന്റെ അകർത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഈ ദൈവത്തിലാണ് നമ്മുടെ ആശ്രയം ഉണ്ടാകേണ്ടത്. വാക്യം 5, നിന്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. 15-ാം വാക്യത്തിൽ, മനുഷ്യൻ്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. ദൈവം തൻ്റെ ഉടമ്പടി നിയമങ്ങളിൽ വിശ്വസ്തനാണെന്നും എന്ന വസ്തുത ദൈവജനത്തിന് ആശ്വാസകരമാണ്. അപ്പം ദൈവം നമ്മൾക്ക് വാഗ്ദത്തം നൽകി തന്നിട്ട് ഈ വാഗ്ദത്തങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ വായിച്ചത്. അകൃത്യം ഒക്കെ മോചിക്കുന്നു, സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു, യൗവനം കഴുകനെ പോലെ പുതിയ വരത്തക്കവണ്ണം അവൻ നിൻ്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. മനുഷ്യൻ്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. ഈ വാഗ്ദത്തങ്ങളെല്ലാം നമ്മുടേതാക്കി മാറ്റുവാൻ സ്വർഗം കനിയണമെന്ന് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ കൃപയുടെയും സ്നേഹത്തിൻ്റെയും പുതിയ പുതിയ അനുഭവങ്ങൾ ദൈവത്തെ മാത്രം ആരാധിപ്പാനും സേവിപ്പാനുമുള്ള അവരുടെ തീരുമാനത്തെ ശക്തിപ്പെടുത്തുന്നു. അപ്പോൾ ഓരോ പ്രാവശ്യവും നാം ദൈവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുമ്പോഴും ദൈവത്തിൻ്റെ കൃപയൊക്കെ അനുഭവിക്കുമ്പോഴും ദൈവത്തെ ആരാധിക്കുവാനുള്ളൊരു പ്രേരണ മനുഷ്യ മനസ്സിൽ ഉണ്ടാകുന്നുണ്ട്. നാം ഞായറാഴ്ചത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ കരുണ എന്നേക്ക് നിലനിൽക്കുന്നു എന്ന ഭാഗമാണ് പഠിക്കുന്നത്. അത് 136-ാം സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തെ അധികരിച്ചാണ് ഞായറാഴ്ചത്തെ പാഠം. 136-ൽ 1 മുതൽ 3 വരെ. അപ്പോൾ ഇവിടെ ത്രിയേക ദൈവത്തിന് ത്രിവിധമായ സ്തുതി എന്നാണ് നമ്മളിവിടെ കാണുന്നത്. ഈ 3 വാക്യങ്ങളിലായി ദൈവത്തെ 3 നിലയിൽ സംബോധന ചെയ്തിരിക്കുന്നു. 1 മുതൽ 3 വരെയുള്ള ഭാഗത്ത് ദൈവത്തെ 3 രീതിയിലാണ് സംബോധന ചെയ്തിരിക്കുന്നത്. ഒന്ന്, യഹോവ എന്ന് പറയുന്നുണ്ട്. 2-ാമത്തെ വാക്യത്തിൽ ദേവാദി ദൈവം എന്ന് പറയുന്നുണ്ട്. 3-ാമത്തെ വാക്യത്തിൽ കർത്താദി കർത്താവുമായ യഹോവ, അവൻ നല്ലവനും ദയയുള്ളവനുമാകിയാൽ സ്തുതിക്ക് യോഗ്യനായി എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സങ്കീർത്തനത്തിൽ ദയാമൂർത്തിയായി വെളിപ്പെട്ടിരിക്കുന്ന ദൈവം കൃപയും സത്യവും നിറഞ്ഞ യേശു ക്രിസ്തു തന്നെയാണ്. അപ്പോൾ ഈ ശരിക്കും 136-ാം സങ്കീർത്തനത്തിൽ ദയാമൂർത്തിയായി വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവം
കൃപയും സത്യവും നിറഞ്ഞ യേശു ക്രിസ്തു തന്നെയാണ്. ആ വീണ്ടെടുപ്പിനെ ഓർമ്മിപ്പിക്കുന്ന പഴയ നിയമ, ശരിക്കും നമ്മുടെ വീണ്ടെടുപ്പ്, അതിൻ്റെ പഴയ നിയമ പദം എന്ന് പറയുന്നത് ദയയാണ്. അതിൻ്റെ പുതിയ നിയമ നാമം കൃപ എന്നാണ്. അപ്പോൾ പഴയ നിയമത്തെ ദയ എന്ന് പറയുന്നിടത്തെല്ലാം നമ്മുടെ വീണ്ടെടുപ്പിനെ സൂചിപ്പിക്കുന്നതാണ്. പുതിയ നിയമത്തിൽ കൃപ എന്ന് പറയുന്ന ഭാഗമെല്ലാം നമ്മുടെ വീണ്ടെടുപ്പിനെ സൂചിപ്പിക്കുന്നതാണ്. അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ആവർത്തിച്ച് 136 സങ്കീർത്തനത്തിൽ നമ്മൾക്ക് കേൾക്കാം. ശരിക്കും അത്യത്ഭുതമായ പ്രപഞ്ച സൃഷ്ടി മുഴുവൻ ദൈവം ഏകനായി നിർമ്മിച്ചു അല്ലെങ്കിൽ നിർവഹിച്ചു. അപ്പോൾ ഈ ഭൂമിയിലുള്ള സർവ്വ സൃഷ്ടിയും ദൈവം ഏകനായിട്ട് തന്നെയാണത് ചെയ്തു തീർത്തത്. അതുപോലെ തന്നെ അത്ഭുതകരമായ വീണ്ടെടുപ്പും ദൈവം ഏകനായി നിർവഹിച്ചു. ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിൽ ദൈവത്തിൻ്റെ ദയ വളരെയധികം പ്രകടമാണ്. മിസ്രയീമിൽ നിന്ന് ദൈവം ന്യായവിധി നടത്തിയപ്പോൾ ദൈവം ദയയുള്ളവനായിരിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ദൈവം ഇസ്രായേലിനോട് ദയയുള്ളവനായിരുന്നു എന്ന് നമുക്ക് പല ഭാഗങ്ങളിൽ നമുക്കത് പ്രകടമായി കാണാം. ഇസ്രായേലിൻ്റെ മിസ്രയീമിൽ നിന്നുള്ള വിടുതലിൽ ദൈവത്തിൻ്റെ ദയ നമ്മൾക്ക് വളരെ വ്യക്തമായി കാണുവാൻ കഴിയും. ഒന്ന്, ശരിക്കും നമ്മൾ ചെങ്കടലിൽ കൂടി അവരെ നടത്തി. ചെങ്കടലിൻ്റെ മധ്യത്തിൽ വന്നപ്പോൾ, അല്ലെങ്കിൽ ചെങ്കടലിനെ അവർ നടത്തിയെന്ന് പറയുന്നത് വെള്ളം 2 ഭാഗത്തായിട്ട് മതിൽക്കെട്ടുകൾ പോലെ നിർത്തി ഉണങ്ങി നിലത്തൂടെ അവർ കടന്നു. ഫറവോന് സൈന്യം കൂടെ വന്നു, അവരെ മുക്കിക്കളഞ്ഞു. ആ സമയത്ത് ഇസ്രായേലിനോട് ദൈവത്തിൻ്റെ ദയ വളരെ വലുതായിരുന്നു. കാരണം ഒരു മനുഷ്യർക്കും അവിടെ യാതൊരു വെള്ളത്തിൻ്റെ ദോഷത്താൽ യാതൊരു ആപത്തും ഉണ്ടായില്ല. മരുപ്രയാണത്തിൽ ദൈവത്തിൻ്റെ ദയ പ്രകടമായി കണ്ടു. ഇസ്രായേൽ ജനങ്ങളെ മരുഭൂമിയിൽ കൂടി 40 വർഷമാണ് നടത്തിയത്. ആ സമയത്ത് അവരുടെ കാലിലൊന്നും നീര് വന്നില്ല, അവരുടെ ചെരുപ്പ് തേഞ്ഞില്ല എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദയയല്ലേ. അത് 40 വർഷം. നമുക്ക് സാധാരണ ഒരു ചെരുപ്പ് വാങ്ങിക്കുവാണെങ്കിൽ 6 മാസമോ 3 മാസമോ 4 മാസമോ നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ. എന്നാൽ 40 വർഷം മരുഭൂമിയിൽ കൂടി നടകൊണ്ട് അവരുടെ കാലിൽ നീര് വരികയോ അല്ലെങ്കിൽ ചെരുപ്പ് തേഞ്ഞു പോവുകയോ ചെയ്തില്ല. ദൈവത്തിൻ്റെ ദയ. ഇസ്രായേൽ ജനത്തിൻ്റെ വീണ്ടെടുപ്പ് ക്രിസ്തു മൂലമുള്ള വീണ്ടെടുപ്പ് ആയിരുന്നു. ഇത് ആ മിസ്രയീമിൽ നിന്നുള്ള അവരുടെ വീണ്ടെടുപ്പെന്ന് പറയുന്ന ക്രിസ്തു വന്ന് പാപികളെ രക്ഷിക്കുന്നുള്ളതിൻ്റെ ആ വീണ്ടെടുപ്പിൻ്റെ ഒരു നിഴലായി നാം മനസ്സിലാക്കേണ്ടതാണ്. എല്ലാ കാലത്തുമുള്ള ദൈവജനത്തിന് ഏറ്റവും പ്രിയങ്കരമായ വാക്യമാണ് 136:23. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അപ്പോൾ ഈ 136 സങ്കീർത്തനത്തിൻ്റെ 23 വാക്യം, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അപ്പോൾ ദൈവത്തിൻ്റെ സർവ്വ ലൗകിക കരുതലിനോട് കൂടിയാണ് 136 സങ്കീർത്തനം അവസാനിക്കുന്നത്. ആദ്യം മുതൽ എല്ലാ വാക്യങ്ങളിലും അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അപ്പോൾ ദൈവത്തിൻ്റെ കരുണ, ദയ ഇസ്രായേലിന് മാത്രമല്ല സർവ്വ സൃഷ്ടിക്കുമുള്ളതാണ്. അപ്പം ദൈവത്തിൻ്റെ ദയയും ദൈവത്തിൻ്റെ കരുണയും ഇസ്രായേലിന് വേണ്ടി മാത്രമാക്കി വെച്ചതല്ല, സർവ്വജനത്തിനും കൂടി ഉള്ളതാണ്. ദൈവത്തിൻ്റെ രക്ഷിക്കുന്ന കൃപയുടെ വ്യാപക സ്വഭാവത്തെക്കുറിച്ച് സങ്കീർത്തനം സംസാരിക്കുന്നു. ഇസ്രായേലിൻ്റെ ദൈവസ്തുതിയിൽ പങ്കുചേരുവാൻ അത് സർവ്വ മനുഷ്യരെയോടും ആഹ്വാനം ചെയ്യുന്നു. എല്ലാവർക്കും അത് നല്ലൊരു പ്രബോധനം ലഭിക്കുന്നുണ്ട്. ഇസ്രായേലിനോടൊത്ത് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഉദ്ദേശം അതൊക്കെ തന്നെയായിരുന്നു. ഇസ്രായേൽ ജാതിയെ വീണ്ടെടുക്കുമ്പോൾ, അവരെ ഒരു സ്വന്തം ജാതിയായി തിരഞ്ഞെടുക്കുമ്പോൾ അവരിൽ കൂടെ അനേകർ ദൈവഭാഗത്ത് വരണം. അത് സർവ്വജനത്തിനു വേണ്ടിയുള്ളതാണ്. അങ്ങനെയാണ് ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ ജാതിക്ക് വേണ്ടി മാത്രമല്ല, സർവ്വജനത്തിനു വേണ്ടിയാണ് ഈ ദൂത് കൊടുത്തത്. തിങ്കളാഴ്ചത്തെ ഭാഗത്ത് വരുമ്പോൾ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. സങ്കീർത്തനം 51 1 മുതൽ 5 വരെയുള്ള ഭാഗത്ത്. ഇത് ശരിക്കും ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. എപ്പോഴാണ് ദാവീദ് എഴുതിയതിൻ്റെ പശ്ചാത്തലം എന്ത്? ദാവീദിൻ്റെ ഹീനമായ പാപത്തിന് ശേഷം ഏകദേശം 1 വർഷം കഴിഞ്ഞ് നാഥാൻ പ്രവാചകൻ പാപം ദാവീദിന് ബോധ്യപ്പെടുത്തി കൊടുത്തു. അപ്പോൾ അങ്ങനെ ബോധ്യം കൊടുത്തപ്പോൾ ഈ സങ്കീർത്തനം രചിക്കുവാനുള്ള പ്രേരണ.
ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം 2 ശമൂവേൽ 11-ാം അധ്യായത്തിലും 12-ാം അധ്യായത്തിലും കാണാം. അപ്പം ചെയ്തു പോയ പാപത്തെക്കുറിച്ച് ഓർത്തപ്പോൾ ദാവീദിന് മനസാക്ഷി ഉണർത്തപ്പെട്ടു. തന്മൂല ശുദ്ധീകരണത്തിന് വേണ്ടി നിലവിളിക്കുകയുമാണ്. അങ്ങനെ നിലവിളിച്ചുകൊണ്ടാണ് ഈ സങ്കീർത്തനം എഴുതിയത്. അപ്പം ദൈവത്തിൻ്റെ നീതിയുടെ മുമ്പിൽ അവൻ വിറച്ചുപോയി എന്നാണ് ഒരു വേദപണ്ഡിതൻ പറയുന്നത്. ദൈവത്തിൻ്റെ നീതിയുടെ മുമ്പിൽ ദാവീദ് വിറച്ചുപോയി. അപ്പം ദൈവത്തിൻ്റെ മുമ്പിൽ ദാവീദ് തൻ്റെ ഹൃദയം പകരുന്ന ഒരു സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. തൻ്റെ ജീവിതത്തിലെ ആത്മീക അന്ധകാരത്തിൽ നിന്ന്, അപ്പോൾ ശരിക്കും ആത്മീയ അന്ധകാരം പാപം ചെയ്തതുകൊണ്ട്, അപ്പോൾ ആത്മീയ അന്ധകാരത്തിൻ്റെ നിമിഷങ്ങളിലെ അതിനീച പാപത്തിൻ്റെ ക്ഷമയ്ക്കായി അവൻ യാചിക്കുന്നു. അന്ന് ശരിക്കും നാഥാൻ പ്രവാചകൻ വന്ന് ബോധ്യപ്പെടുകയും മാനസാന്തരപ്പെടുകയും പശ്ചാത്തപിക്കുകയും ഒക്കെ ചെയ്തിട്ട് ആ നീച പാപത്തിൻ്റെ ക്ഷമയ്ക്കായി അവന് ദൈവത്തോട് യാചിക്കുന്നു. ദൈവമേ, നിൻ്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ, നിൻ്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എത്രമാത്രം ആഴത്തിലുള്ളൊരു പ്രാർത്ഥനയാണ്, എത്രമാത്രം വ്യഥയോടുകൂടിയാണ് ദാവീദ് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചത്. ദൈവമേ, നിൻ്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ, നിൻ്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. അപ്പം ദാവീദ് ചെയ്ത തെറ്റിനെ 3 വാക്കുകൾ കൊണ്ട് ദാവീദ് തന്നെ വിവരിക്കുന്നു. ദാവീദ് ചെയ്ത മൊത്തമുള്ള പാപം അത് 3 വാക്കുകളിൽ ദാവീദ് ഒതുക്കി. 1 ലംഘനം, 2 അകൃത്യം, 3 പാപം. അപ്പോൾ അതിനുള്ള പരിഹാരവും 3 വാക്കുകളിൽ ദാവീദ് ഒതുക്കി നമ്മളെ കേൾപ്പിക്കുന്നു. ദാവീദ് പറഞ്ഞത് മായ്ച്ചു കളയണം, കഴുകണം, വെടിപ്പാക്കണം. അപ്പോൾ ദാവീദിൻ്റെ പാപം മായ്ച്ചു കളയണം, കഴുകി വെടിപ്പാക്കണം. താൻ ചെയ്ത പാപം ഒരു വ്യക്തിക്ക് എതിരെ അല്ല എന്ന് ദാവീദിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതിനേക്കാൾ ഉപരിയായി ദൈവത്തോടാണ് ഈ പാപം ചെയ്തത്. ബാഹ്യ പ്രകടനമല്ല, ആന്തരിക പരിശുദ്ധിയാണ് ദൈവം അംഗീകരിക്കുന്നത്. കാരണം അന്തരംഗം അറിയുന്ന ദൈവമാണ് നമുക്കുള്ളത്. അപ്പം ഇവിടെ ദാവീദ് ഒട്ടും ബാഹ്യമായിട്ടുള്ളൊരു പ്രകടനമല്ല, വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. ആ പരിശുദ്ധിയാണ് ദൈവം അംഗീകരിക്കുന്നത്. ദാവീദ് പറയുന്ന ഈസോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ, അങ്ങനെയോട് പ്രാർത്ഥിക്കുന്നത്. എന്താണ് ഈസോപ്പ്? ഈസോപ്പ് ഒരു ചെടിയാണ്. ശരിക്കും കുഷ്ഠരോഗം മാറി അവൻ ശുദ്ധനാകുന്നതിന്, അതുപോലെ തന്നെ യഹൂദ ജാതിയിൽ അന്ന് അവർക്ക് അവിടെ നിലവിലിരുന്ന ഒരു ശവത്തെ ആരെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ അവൻ ശുദ്ധീകരണത്തിന് വിധേയനാകണം. അതിന് ഈസോപ്പ് കൊണ്ട് കഴുകണമായിരുന്നു. അപ്പം ദാവീദ് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ദാവീദിൻ്റെ പാപത്തെ അത്രമാത്രം വലുതായി ദാവീദ് തന്നെ കണ്ടു. അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവമേ, ഈസോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ. അപ്പം ഏത് കഠിനമായ പാപവും കഴുകിക്കളഞ്ഞ് ഹിമം പോലെ വെളുപ്പിക്കുന്നതിന് ക്രിസ്തുവിൻ്റെ നിസ്തുല രക്തത്തിന് മാത്രമേ കഴിയൂ. അല്ല, ശരിക്കും എത്ര കഠിനമായ പാപമാണെങ്കിലും അത് കഴുകിക്കളഞ്ഞ് ക്രിസ്തുവിൻ്റെ നിസ്തുല രക്തത്തിന് മാത്രമേ അത് കഴുകിക്കളയുവാൻ കഴിയൂ. ഹൃദയത്തിൽ ശുദ്ധീകരണം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ നിർമ്മലത ഉണ്ടാകുകയുള്ളൂ. അപ്പം നിർമ്മലമായ ഒരു ഹൃദയം കൂടെ വേണം. അപ്പോൾ എങ്ങനെയാണ് ഒരു നിർമ്മല ഹൃദയം ഉണ്ടാകുന്നത്? ഹൃദയത്തിൽ ശുദ്ധീകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിർമ്മല ഹൃദയം ഉണ്ടാകുകയുള്ളൂ. അപ്പം രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നുണ്ട്. അതെന്താണ്? രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ദാവീദ് പാപം ചെയ്തതിനാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നിൽ നിന്ന് മാറ്റപ്പെട്ടു പോയോ എന്ന് ദാവീദിനൊരു സംശയം തോന്നി. ആ സംശയത്തിൻ്റെ പേരിലാണ് പറഞ്ഞത്, രക്ഷയുടെ സന്തോഷം എനിക്ക് മടക്കി തരണമേ, എൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് മടക്കി തരണമേ എന്ന് പറയുന്നുണ്ട്. അപ്പം രക്ഷയുടെ സന്തോഷം തിരികെ വേണം, പരിശുദ്ധാത്മാവിനെ മടക്കി കിട്ടണം. പാപം ചെയ്താൽ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടും, അത് യാതൊരു സംശയവുമില്ല. പാപം ചെയ്താൽ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടും. മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്നെങ്കിൽ മാത്രമേ രക്ഷയുടെ സന്തോഷം നമുക്ക് തിരികെ കിട്ടൂ. അപ്പം അങ്ങനെ രക്ഷയുടെ സന്തോഷം തിരികെ കിട്ടിയ ആരെയെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ?
രക്ഷയുടെ സന്തോഷത്തിലേക്ക് മടങ്ങി വന്നത് മുടിയനായ പുത്രൻ എന്ന് പറയുന്ന ആ കഥാപാത്രം രക്ഷയുടെ സന്തോഷത്തിലെല്ലാം മനസ്സിലാക്കി പശ്ചാത്തപിച്ച് മടങ്ങി വന്നു. കൊലപാതകത്തിന് പരിഹാരമായി പ്രായശ്ചിത്തമായി യാതൊരു യാഗവും മോശ നിർദ്ദേശിച്ചിട്ടില്ല. കൊലപാതകം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് മരണശിക്ഷയാണ്. എന്നാൽ തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തിൻ്റെ യാചനകൾ ദൈവം ഒരിക്കൽ പോലും നിരസിക്കുകയില്ല. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തിൻ്റെ യാചനകൾ ദൈവം നിരസിക്കുകയില്ല. അനുതാപ ഹൃദയത്തോടെ കർത്താവിനെ സമീപിക്കുന്ന ഏതൊരു കൊടിയ പാപിയെയും ദൈവം അംഗീകരിക്കുന്നുണ്ട്. അതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ വലുപ്പം. അനുതാപ ഹൃദയത്തോട് കർത്താവിനെ സമീപിക്കുന്ന ഏതൊരു കൊടിയ പാപിയെയും ദൈവം അംഗീകരിക്കും. ദൈവത്തിൻ്റെ നിരുപാധികമായ കൃപയ്ക്ക് മാത്രമേ ദാവീദിൻ്റെ തകർന്നു നുറുങ്ങിയുമുള്ള ഹൃദയത്തെ ഒരു യാഗമായി അംഗീകരിക്കുവാനും കഴിയുകയുള്ളൂ. ഇത് തന്നെയാണ് നമ്മുടെയും അവസ്ഥ. ശരിക്കും നിരുപാധികമായ കൃപ. ചൊവ്വാഴ്ചത്തെ ഭാഗത്തിലേക്ക് നാം വരുമ്പോൾ, യഹോവേ അങ്ങ് അകൃത്യങ്ങളെ കണക്കിട്ടാൽ എന്നാണ് തലവാചകം. സങ്കീർത്തനം 130 യഹോവേ ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ ചെവി എൻ്റെ യാചനകൾക്ക് ശ്രദ്ധിക്കണമേ. ഇത് ഭക്തനായ കവിയുടെ പ്രാർത്ഥനയാണ്. യഹോവേ ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ ചെവി എൻ്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ. യഹോവേ നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവേ ആർ നിലനിൽക്കും. അപ്പം നമ്മുടെ പാപങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യമില്ല എങ്കിലും ആ പാപത്തിൻ്റെ ഘോരത അത് ശരിക്കും മനസ്സിലാക്കിയാൽ ആർക്കും ദൈവം മുമ്പാകെ നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത്. എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ട്. ദൈവത്തിൻ്റെ പക്കൽ വിമോചനമുണ്ട്. പശ്ചാത്തപ വിവശനായവൻ്റെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. ദൈവം നമ്മുടെ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ ആർക്കും നിലനിൽക്കുവാൻ കഴിയുകയില്ല. എന്നാൽ അവൻ നമ്മുടെ അകൃത്യങ്ങളെ മായ്ച്ചു കളയുന്നവനാണ്. നമ്മുടെ അകൃത്യങ്ങളെ മായ്ച്ചു കളയുന്നവനാണ്. ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളയുന്നു, നിന്റെ പാപങ്ങളെ ഓർക്കുകയുമില്ല. യെശയ്യാവ് 43:25 സങ്കീർത്തനത്തിൽ മാത്രമല്ല ഇവിടെ ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. യെശയ്യാവിൽ ഇങ്ങനെ കാണുന്നുണ്ട്, ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളയുന്നു, നിന്റെ പാപങ്ങളെ ഓർക്കുകയുമില്ല. അപ്പം ഒറ്റ കാര്യമുള്ളൂ, ഒരു കണ്ടീഷനേ ഉള്ളൂ. ഈ നമ്മുടെ പാപങ്ങളും അകൃത്യങ്ങളൊക്കെ മായ്ച്ചു കളയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ ചെല്ലണം. അല്ല എങ്കിൽ പ്രയോജനമില്ല. നാം ദൈവസന്നിധിയിൽ ചെല്ലണം. അപ്പോൾ സങ്കീർത്തനം 130 5 മുതൽ 8 വരെയുള്ള ഭാഗത്ത് ഒരു ദൈവ പൈതലിൻ്റെ 3 അവസ്ഥയെക്കുറിച്ച് ഇവിടെ കാണാം. ഒരു ദൈവ പൈതലിൻ്റെ 3 അവസ്ഥ: 1 കാത്തിരിപ്പ്, 2 പ്രത്യാശ, 3 കാവലിരിപ്പ്. അപ്പോൾ സങ്കീർത്തനക്കാരൻ ദൈവത്തിനായി കാത്തിരിക്കുന്നു. അവൻ്റെ ആകാംക്ഷയുടെ ആഴത്തെ ഈ സങ്കീർത്തനത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. പുതിയ നിയമ വെളിച്ചത്തിൽ ദൈവത്തിൻ്റെ മടങ്ങിവരവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവജനം കാത്തിരിക്കുന്നു. സങ്കീർത്തനം 27:14 യഹോവയിങ്കൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, യഹോവയിങ്കൽ പ്രത്യാശ വയ്ക്കുക. 27:14 ഞാൻ വായിച്ചത്. യഹോവയിങ്കൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. അപ്പം നമ്മൾക്ക് ശരിക്കും ഒരു 3 അവസ്ഥയിൽ: 1 കാത്തിരിപ്പാണ്. അത് പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ മടങ്ങിവരവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവജനം കാത്തിരിക്കുന്നു. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. അപ്പം 2ാമത്തെ ഭാഗം പ്രത്യാശയാണ്. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയിൽ തന്നെ നീ പ്രത്യാശ വയ്ക്കുക. സങ്കീർത്തനം 37:34 യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവൻ്റെ വഴി പ്രമാണിച്ച് നടക്കുക. അത് കാത്തിരിപ്പാണ്. അപ്പം യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവൻ്റെ വഴി പ്രമാണിച്ച് നടക്കുക. ദൈവമക്കൾ യഹോവയ്ക്കായി തന്നെ കാത്തിരിക്കണം. ദൈവമക്കൾ യഹോവയ്ക്കായി കാത്തിരിക്കുക എന്ന് പറയുന്നത് എന്താണത്? അത് അവന് നല്ല പ്രത്യാശ ഉള്ളവന് മാത്രമേ യഹോവയ്ക്കായിട്ട് കാത്തിരിക്കാൻ കഴിയുള്ളൂ. അപ്പം ദൈവത്തിനായി വിശ്വസ്തയോടെ കാത്തിരിക്കുന്നത് ഒരിക്കൽ പോലും വ്യർത്ഥമായി പോവില്ല. കാരണം ഇരുണ്ട രാത്രിക്ക് ശേഷം ദൈവിക വിടുതലിൻ്റെ
ഒരു പ്രഭാതം വരുന്നുണ്ട്. അപ്പോൾ പാപമായിട്ട് ബന്ധപ്പെട്ട ഇരുളിച്ച അല്ലെങ്കിൽ ഇരുണ്ടത് ആ രാത്രിക്ക് ശേഷം ദൈവിക വിടുതലിൻ്റെ ഒരു പ്രഭാതം ഉണ്ടാകും. അതുകൊണ്ട് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്ന ഒരു പാപിക്കും സങ്കടപ്പെടേണ്ട കാര്യമില്ല. ദൈവം ക്ഷമിക്കുവാൻ മനസ്സുള്ളവനാണ്. അപ്പം ബുധനാഴ്ചത്തെ ഭാഗത്ത് നാം വരുമ്പോൾ ഉന്നത പ്രതാപവാനും കരുണയുള്ളവനുമായ ദൈവത്തിന് സ്തുതി. അത് 113 സങ്കീർത്തനത്തെ അധികരിച്ചാണ് നാം ബുധനാഴ്ചത്തെ പാഠം പഠിക്കുന്നത്. 113 സങ്കീർത്തനത്തിന് അതിൻ്റെ വേറൊരു പേര് ഹലേൽ സങ്കീർത്തനം എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ എന്ന ശബ്ദം ആരംഭിച്ചിട്ടാണ് ഈ സങ്കീർത്തനം തുടങ്ങുന്നത്. 113 മുതൽ 118 വരെയുള്ള സങ്കീർത്തനങ്ങൾ ഈ ഹല്ലേലൂയ സങ്കീർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു. ഹല്ലേലൂയ ശബ്ദത്തോട് ആരംഭിക്കുകയും അതേ ശബ്ദത്തോട് ഇത് അവസാനിക്കുകയും ചെയ്യുന്നുണ്ട്. 113 യഹോവയെ സ്തുതിപ്പീൻ, യഹോവയുടെ ദാസന്മാരെ സ്തുതിപ്പീൻ, യഹോവയുടെ നാമത്തെ സ്തുതിപ്പീൻ. ഇത് സ്തുതി സങ്കീർത്തനങ്ങളാണ്. അപ്പോൾ ഈ 113 മുതൽ 118 വരെയുള്ള സങ്കീർത്തനങ്ങൾ യഹൂദന്മാരുടെ പ്രധാനപ്പെട്ട 3 പെരുന്നാളുകളിൽ പാടി വന്നിരുന്ന സങ്കീർത്തനമാണ്. 113 മുതൽ 118 വരെയുള്ളത് യഹൂദന്മാരുടെ 3 പെരുന്നാളുകളിൽ ഈ സങ്കീർത്തനങ്ങൾ പാടിയിരുന്നു. യേശു തന്നെ ശിഷ്യന്മാരും ഒടുവിലത്തെ പെസഹ ആചരിച്ച വേളയിൽ 113 സങ്കീർത്തനം 114 സങ്കീർത്തനവും പാടി സ്തോത്രം ചൊല്ലി അവസാനിപ്പിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 113 114 സങ്കീർത്തനം സ്ഥലകാല ഭേദമില്ലാതെ സമയവ്യത്യാസമില്ലാതെ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും സങ്കീർത്തനക്കാരൻ നമ്മോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ 113 മുതൽ 118 വരെയുള്ള ഭാഗത്ത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്ത് വായിക്കുകയും പാടുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യാം. അപ്പം സന്താപമാകുന്ന പൊടിയിലും പാപമാകുന്ന കുപ്പയിലും കിടന്ന എളിയവനും ദരിദ്രനായവനെയും ദൈവം പരിപാലിക്കുന്നുണ്ട്. അപ്പം ഏത് പാപിയെയും, എത്ര നീച പാപം ചെയ്ത പാപിയെയും ദൈവം സംരക്ഷിക്കുന്നുണ്ട്. അവൻ മടങ്ങി വന്ന് ദൈവഭാഗത്തുനിന്ന് ദൈവത്തെ സ്തുതിക്കണം. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്ത കർത്താവ് നമ്മെ ഉയർത്തുന്നവനായി ഈ ഭൂമിയിലേക്ക് താണിറങ്ങി. അപ്പം നമ്മളുടെ താഴ്ച എന്ന് പറയുന്നത് പാപത്തിന് അടിമപ്പെട്ട് മരണത്തിന് അടിമപ്പെട്ടിരുന്നു, നിത്യജീവനില്ലാതെ നിത്യമരണത്തിന് അടിമപ്പെട്ടവരെ, അതാണ് താഴ്ച. ഓർത്ത കർത്താവ് നമ്മെ ഉയർത്തുവാനായി ഈ ഭൂമിയിലേക്ക് ജാതനായി. ഫിലിപ്പിയർ 2:5 മുതൽ 8 വരെ അവൻ ദേവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അപ്പോൾ നമ്മുടെ താഴ്ചയിൽ നമ്മെ സംരക്ഷിക്കുവാനായി കടന്നു വന്ന ദൈവം, നമ്മെ സ്നേഹിക്കുവാനായി കടന്നു വന്ന ദൈവം, നമ്മെ രക്ഷിപ്പാനായി കടന്നു വന്ന ദൈവം, അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ താഴ്ത്തി നമ്മെ വീണ്ടെടുത്തു. ആ ദൈവത്തെങ്കിലേക്ക് കണ്ണുയർത്തുവാനാണ് സങ്കീർത്തനക്കാരൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. 121 സങ്കീർത്തനത്തിൽ പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തിയ സങ്കീർത്തനക്കാരൻ 124 സങ്കീർത്തനത്തിൽ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. ആ 121 സങ്കീർത്തനത്തിൽ പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തിയ സങ്കീർത്തനക്കാരൻ ഇവിടെ 123 സങ്കീർത്തനത്തിൽ പർവ്വതങ്ങളുടെ സൃഷ്ടിതാവായ ദൈവത്തെങ്കിലേക്ക് തന്നെ കണ്ണുകൾ ഉയർത്തുകയാണ്. അതാണ് അതിനകത്തെ വിരോധാഭാസം. വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ കണ്ണുകൾ ഉയർത്തണം. വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെയാണ് കണ്ണുകൾ ഉയർത്തേണ്ടത്. ദാസന്മാർ വിശേഷാൽ അടിമകൾ തങ്ങളുടെ യജമാനന്മാരുടെ കൃപ കടാക്ഷത്തിനായി നോക്കുന്നത് പോലെ സ്വർഗീയ യജമാനൻ കരുണ കാണിക്കുവോളം ദൈവജനം അവനെ നോക്കിക്കൊണ്ടിരിക്കണമെന്നാണ് പറയുന്നത്. ഇപ്പം സാധാരണഗതിയിൽ ഒരു വീട്ടിലൊരു ദാസനും യജമാനനും ഉണ്ടെങ്കിൽ എപ്പോഴും യജമാനൻ്റെ കൃപ കടാക്ഷത്തിനായി ദാസൻ അങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ സ്വർഗീയ യജമാനൻ കരുണ നമ്മളോട് കാണിക്കുന്നതിന് വേണ്ടി നാം എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം. ദൈവത്തെ മനുഷ്യർക്ക് സ്വതന്ത്രമായി സമീപിക്കാൻ കഴിയും. അതിന് വേറെ ആരുടെയും ആവശ്യമില്ല, ഒരു മധ്യസ്ഥൻ്റെയും ആവശ്യമില്ല.
ദൈവം അവരുടെ കൃപയുള്ള സൃഷ്ടാവും അവർ ദൈവത്തിൻ്റെ ദാസരും വാത്സല്യമുള്ള മക്കളുമാണ്. അതുകൊണ്ടാണ് മധ്യസ്ഥന്മാരുടെ ആവശ്യമില്ലാത്തത്. ആരാണ് നമ്മൾ? നമ്മുടെ സൃഷ്ടിതാവാണ് ദൈവം, ദൈവത്തിൻ്റെ ദാസരാണ് നമ്മൾ, ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. നാം ഈ പാഠത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോഴും വ്യാഴം ദൈവത്തിൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. സങ്കീർത്തനം 103 ദാവീദ് രചിച്ച സങ്കീർത്തനമാണ് ഇത്. ദാവീദിൻ്റെ ജീവിത സായാഹ്നത്തിൽ രചിച്ചതാണെന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. 103 സങ്കീർത്തനം. 102 സങ്കീർത്തനത്തിലെ അരിഷ്ടനായ ഒരുവൻ്റെ സങ്കടയാചന ആണ് അവിടെ നാം കാണുന്നത്. അരിഷ്ടനായ ഒരുത്തൻ്റെ സങ്കടയാചന. എന്നാൽ 103 സങ്കീർത്തനത്തിൽ സ്തോത്രഗാനങ്ങൾ പാടുന്ന ഒരു മധുര ഗായകന്റെ ശബ്ദം, ഒരു ഇമ്പകരമായ ശബ്ദമാണ് മുഴങ്ങുന്നത്. 103 സങ്കീർത്തനത്തിൽ സ്തോത്രഗാനങ്ങൾ പാടുന്ന ഒരു മധുര ഗായകന്റെ ഇമ്പകരമായ സംഗീതം. ഇപ്പം കാട്ടുമരങ്ങളുടെ നടുവിൽ മധുരഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന മാതള നാരകം പോലെ ഈ സങ്കീർത്തനം ശോഭിക്കുന്നു മറ്റു സങ്കീർത്തനങ്ങളുടെ ഇടയിൽ. ഈ സങ്കീർത്തനം അതിൽ തന്നെ ഒരു മിനി ബൈബിൾ ആണെന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ഒരു മിനി ബൈബിൾ ആണ് എന്ന്. സങ്കീർത്തനം 103 1 മുതൽ 4 വരെ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അത്യുന്നതനായ ദൈവത്തെ ആത്മാർത്ഥമായും ഹൃദയംഗമായും നാം വാഴ്ത്തേണ്ടതാണ്. എങ്ങനെയാണ് അത്യുന്നതനായ ദൈവത്തെ വാഴ്ത്തേണ്ടത്? ഹൃദയംഗമായും ആത്മാർത്ഥമായും നാം വാഴ്ത്തണം. അതുകൊണ്ടാണ് എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. കൃപയാൽ ഇവിടെ ലഭിക്കുന്ന 5 കാര്യങ്ങൾ 3 മുതൽ 5 വരെയുള്ള ഭാഗത്ത് കാണുന്നുണ്ട്. കൃപയാൽ നമ്മൾക്ക് ലഭിക്കുന്ന 5 കാര്യങ്ങൾ. 1, നമ്മുടെ അകൃത്യം മോചിക്കുന്നു. 2, നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. 3, ജീവനെ വീണ്ടെടുക്കുന്നു. 4, ദയയും കരുണയും അണിയിക്കുന്നു. 5, വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ഇത്രയും കാര്യങ്ങളാണ് ദൈവം തമ്പുരാൻ നമ്മൾക്ക് ചെയ്യുന്നത്. 1, അകൃത്യം നമ്മളെ മോചിക്കുന്നു, രോഗങ്ങൾ സൗഖ്യമാക്കുന്നു, ജീവനെ വീണ്ടെടുക്കുന്നു, ദയയും കരുണയും നമ്മെ അണിയിക്കുന്നു, വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. അപ്പം 3-ാം വാക്യത്തിൽ കർത്താവിനെ പാപങ്ങൾ ക്ഷമിക്കുന്ന ന്യായാധിപതിയായും രോഗങ്ങൾ സൗഖ്യമാക്കുന്ന വൈദ്യനായിട്ടുമാണ് നമ്മളിവിടെ കാണുന്നത്. പാപത്തിൻ്റെ അടിമത്തത്തിലായിരുന്ന നമ്മളെ തൻ്റെ രക്തം നൽകി വിലക്കെടുത്തു, എന്നിട്ട് നമ്മളെ സ്വതന്ത്രരാക്കി. നമ്മൾ പാപത്തിന് അടിമകളല്ല, നമ്മൾ സ്വതന്ത്രരാണ്. അപ്പം നമ്മുടെ യൗവനം കഴുകനെ പോലെ പുതിയ വരത്തക്കവണ്ണം നമ്മളെ ദൈവം അനുഗ്രഹിക്കും. എന്താണ് ഈ കഴുകൻ്റെ ഉപമ ഇവിടെ പറയുന്നത്? ഏതാണ്ട് ഒത്തിരി പ്രായമാകുമ്പോൾ, ഏതാണ്ട് 100 വർഷമൊക്കെ പ്രായമാകുന്നത് പോലെ, അങ്ങനെ പ്രായമാകുമ്പോൾ കഴുകൻ എൻ്റെ ചിറകിലെ തൂവലുകളെല്ലാം പൊഴിച്ചു കളയും. എന്നിട്ട് അതങ്ങ് വിരൂപമാകും. തൂവലുകൾക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിനെ കാണാൻ കൊള്ളില്ല, വിരൂപമാകും. എന്നിട്ട് ബാക്കി അതിന് അവശേഷിക്കുന്ന തൂവലുകൾ ഈ കഴുകനങ്ങ് പറിച്ചു കളയും. ഈ തൂവലുകളിൽ ചിറകും ഒന്നുമില്ല, ചിറകിൽ തൂവലുകളില്ലെങ്കിൽ പിന്നെ ഈ പക്ഷിക്ക് പറക്കാൻ കഴിയില്ല. അത് അങ്ങ് സ്വസ്ഥമായിട്ടിരിക്കും, എവിടെയും പോകത്തില്ല. കുറേ നാൾ അങ്ങനെ ഒന്നും ചെയ്യാതെ അങ്ങനെ സ്വസ്ഥമായിട്ട് തന്നെ ഇരിക്കും. കുറേ കഴിഞ്ഞ് അതിന് പുതിയ തൂവലുകൾ കിളിക്കും. അപ്പോൾ പുതിയ തൂവലുകൾ കിളിച്ചു വരുമ്പോൾ ഈ കഴുകൻ യൗവനയുക്തനായി പറന്നുയരും. ആത്മീയ ജരാനര ബാധിച്ച നമ്മളും അങ്ങനെയാണ്. എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും എന്ന് യെശയ്യാ പ്രവാചകനും പറഞ്ഞിട്ടുണ്ട്. യെശയ്യാ 40:31. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും.
103 6 മുതൽ 19 വരെയുള്ള ഭാഗത്ത് ദൈവത്തിൻ്റെ ദീർഘക്ഷമയെക്കുറിച്ചാണ് പറയുന്നത്. ദൈവം ദീർഘക്ഷമയുള്ളവനാണ്. നമ്മുടെ പാപങ്ങൾക്കും അകത്യങ്ങൾക്കും തക്കവണ്ണം ദൈവം നമ്മെ ശിക്ഷിച്ചിരുന്നെങ്കിൽ ആരും ഈ ഭൂമുഖത്തുണ്ടാവില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ ക്ഷമ എന്ന് പറയുന്നത് അത് ദീർഘക്ഷമയാണ്. ആകാശം ഭൂമിക്ക് മേലെ ഉയർന്നിരിക്കുന്നത് പോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഭൂമി ആകാശം തമ്മിലുള്ള ആ അകലം അതുപോലെ ദൈവത്തിൻ്റെ ദയ നമ്മോടുള്ളത് ഉയർന്നിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ദൈവം നമ്മുടെ പ്രകൃതി അറിയുന്നു. നമ്മെ പൊടി കൊണ്ട് സൃഷ്ടിച്ച ദൈവം നമ്മുടെ ശരീരഘടന അറിയുന്നു. അപ്പം മനുഷ്യൻ എത്ര പ്രതാപവാനായാലും അവൻ ക്ഷണഭംഗുരനാണ്. അവൻ എത്ര മഹാനായാലും എത്ര പ്രതാപമുള്ളവനായാലും എത്ര വലിയ ആജാനുബാഹുവായാലും അവൻ്റെ ജീവൻ എന്ന് പറയുന്നത് അത് ക്ഷണഭംഗുരമാണ്. അപ്പം ബൈബിളിൽ പറയുന്നത് മനുഷ്യൻ്റെ ആയുസ് പുല്ലുപോലെ ആകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു, കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അത് ഇല്ലാതെ പോകുന്നു. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. അപ്പം മനുഷ്യൻ്റെ വളർച്ച, ഉയർച്ച, മഹത്വം, വീഴ്ച എന്നിവയും എല്ലാവരും അതിനകത്ത് മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. എന്താ? യഹോവയുടെ ദയ ഒന്നു മാത്രമാണ് നമ്മെ ഈ ജീവനുള്ളവരുടെ ദേശത്ത് ശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പം യഹോവയുടെ ദയയോ എന്നും എന്നേക്കുമുള്ളത് അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അപ്പം സ്വർഗീയ ദൂതന്മാരുൾപ്പെടെ സകല ജീവജാലങ്ങളും യഹോവയെ സ്തുതിക്കുന്നുണ്ട്. അപ്പം നാം എന്താണ് ചെയ്യേണ്ടത്? നാം ഇടവിടാതെ പ്രാർത്ഥിക്കണം. അപ്പം നമ്മുടെ ക്രിസ്തുയേശുവിന് നമ്മളെക്കുറിച്ചുള്ള ഇഷ്ടമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അപദാനങ്ങളെ കണ്ട് മനസ്സിലാക്കി ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുണ അത് മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ്. അപ്പം ഇന്ന് ഈ മനുഷ്യൻ്റെ ആയുസ് പുല്ലുപോലെ ആകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു, കാറ്റ് അതിന്മേലടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു. പിന്നെ അവനൊന്നും അറിയുന്നില്ല അതിനെക്കുറിച്ച്. ആ അവസ്ഥയിൽ നിന്നും നാം ദൈവത്തെ കാത്തിരുന്ന് ദൈവത്തിൻ്റെ ദീർഘക്ഷമയിൽ നാം വിശ്വസിച്ച് അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ആ കരുണയുടെ ചുറ്റളവിനുള്ളിൽ നമ്മളായിരിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. നീതിമാനായ അടിയങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടിയങ്ങൾ അടുത്തു വരുന്നു. ഞങ്ങളുടെ മധ്യത്തിൽ വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ ശക്തീകരിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. കർത്താവെ, അവിടുത്തെ കരുണയെക്കുറിച്ചും അവിടുത്തെ കൃപയെക്കുറിച്ചും അവിടുത്തെ മഹാദയയെക്കുറിച്ചും ഞങ്ങൾക്ക് പഠിക്കുവാൻ കഴിഞ്ഞു. അതെല്ലാം ഞങ്ങൾ അനുഭവിച്ച് കർത്താവിനെ സ്തുതിച്ച് മാനിച്ച് എന്നും ജീവിക്കുവാനും കർത്താവിൻ്റെ ഭാഗത്ത് നിൽക്കുവാനും ഞങ്ങളോട് കൃപ ചെയ്യണം. മാനവും മഹത്വവും അങ്ങെടുക്കണം. എല്ലാം യേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ.